ആംബുലൻസുകൾ ഓരോന്ന് നിരനിരയായി വരികയായി. ആംബുലൻസുകൾ എത്തിച്ചേരുകയാണ്. ഇനി ഈ വിദ്യാലയത്തിനകത്തേക്ക് ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകും. ആംബുലൻസുകൾ അല്പനിമിഷം കൂടി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തും. നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം, ഒന്നും തിരിച്ചറിയാനാവാത്ത കുരുന്നു മുഖങ്ങളൊക്കെയാണ് അവിടെ കയറിയിരിക്കുന്നത് ആ സ്റ്റേജിന് മുന്നിൽ. തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർമാരെ കാണാനാണ്. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ പോലും കഴിയാൻ പറ്റാത്ത അത്ര ചെറിയ കുഞ്ഞു കുട്ടികൾ. ആംബുലൻസ് അല്പനിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ആംബുലൻസുകൾ ഓരോന്നായിട്ട് എത്തിച്ചേരും. പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരം കാണാൻ അങ്ങനെ ഈ നാട് ഒന്നടങ്കം ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. മരിച്ചവരിൽ കുട്ടികളടക്കമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ദുരന്തത്തിൻ്റെ ആഴം അത്രമേൽ വർദ്ധിപ്പിക്കുക കൂടി ചെയ്യുന്നു. പൊള്ളാച്ചി ആശുപത്രിയിൽ ഇപ്പോഴും മരണത്തോട് പൊരുതുന്ന ജീവന് പ്രാർത്ഥനയും ഇവിടെ അർപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ നാട് ഇനി ഈ ക്ലാസ് മുറികളിൽ പ്രത്യേകിച്ച് ആ ടീച്ചർമാരുമൊക്കെ ഒത്തുള്ള ആ ചിരികൾ ഉണ്ടാകുകയില്ല. ഇനി ആ സ്നേഹപൂർണ്ണമായ ആ ടീച്ചർമാരുടെ ശാസനകളും ആ ക്ലാസ്സുകളിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. അത്രമേൽ വേദനാജനകമായ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ആംബുലൻസുകൾ ഓരോന്നായി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഈ ആംബുലൻസുകൾക്ക് മുമ്പേ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർമാരെ കാണാൻ വേണ്ടി രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ കുട്ടികളുമൊക്കെ എത്തിയിട്ടുണ്ട് എന്നതാണ് ഓരോ ആംബുലൻസുകളും കടന്നു പോകുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ മുന്നിലുള്ളത്. എന്തായാലും പൊള്ളാച്ചിയിൽ നിന്നുള്ള ആംബുലൻസുകളാണ് ഈ എല്ലാ ചടങ്ങുകളുമെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഓരോ ആംബുലൻസുകളും കടന്നു പോകുന്ന ദൃശ്യം. ഈ പാങ്ങ് ഗ്രാമത്തിന് ഇതൊരു വലിയൊരു വിയോഗം തന്നെയാണ്. സ്വാഭാവികമായിട്ടും നികത്താനാകാത്തൊരു ശൂന്യത എന്ന് കൂടി വേണമെങ്കിൽ പറയാം. ഒരു വിലാപയാത്ര പോലെ ഓരോ ആംബുലൻസുകളും കടന്നു വരുന്നു. പ്രത്യേകിച്ച് ഈ വിദ്യാലയത്തിലെ തീരെ ചെറിയ കുരുന്നു കുട്ടികൾ, ആ കുരുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും സാധാരണക്കാരായ ആളുകളാണ് ഇവിടെയുള്ളത്. ആ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർമാർ, ആ ടീച്ചർമാരുടെ ആ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ നാടൊന്നാകെ നമുക്ക് കാണാം. ഈ രണ്ട് റോഡ് സൈഡിലും ആ സ്കൂൾ മുറ്റം മുഴുവൻ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യമാണ്. അതിന് തൊട്ട് പിന്നാലെ ആംബുലൻസിനകത്ത് ഈ പറയുന്ന ടീച്ചർമാരുടെയും മറ്റുമൊക്കെ ബന്ധുക്കളും മറ്റുമൊക്കെ ഉണ്ട്. അവരൊക്കെ വിങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെ അവരുടെ സഹപ്രവർത്തകരായ ആളുകളും മറ്റുമൊക്കെ ഉണ്ട്. മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇലക്ഷൻ സമയത്തൊക്കെ ഇലക്ഷൻ ഡ്യൂട്ടിക്കും മറ്റുമൊക്കെ പോയിരുന്ന ആളുകളാണ്. ഓരോ വീടുകളിലും ബിഎൽഒ പോയിരുന്ന ടീച്ചർമാരും മറ്റുമൊക്കെയാണ്. കാരണം അത്രമേൽ ഹൃദയഭേദകമായ ഒരു കാഴ്ച. ഒരുപക്ഷെ ഈ നാട് ആദ്യമായിട്ടായിരിക്കാം ഇത്രയും വലിയ കണ്ണീരിലാകുന്നത്. അത്രമേൽ ഹൃദയഭേദകമായ ഒരു കാഴ്ച എന്ന് തന്നെ വേണം പറയേണ്ടി വരിക. ഓരോ ആംബുലൻസും